പെട്ടെന്ന് ടോക്കൺ കൊടുക്ക്. ഒരു പ്രോപ്പർട്ടിയിൽ എന്തിനാണ് നമ്മൾ ആദ്യം തന്നെ ടോക്കൺ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണത്? നമുക്ക് രണ്ട് പേയ്മെന്റ് പ്ലാൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ ടോക്കൺ കൊടുത്തിട്ട് ആദ്യം കൊടുക്കുമ്പോൾ ഒരു ലോഞ്ച് പേയ്മെന്റ് പ്ലാൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അതിൽ നമുക്ക് കുറെ ഓഫേഴ്സ് ഉണ്ടാവും. പിന്നെ കൊടുക്കുന്നത് കുറച്ചും കൂടി വ്യത്യാസമുള്ളതായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു 1 million 1 bedroom ആണ് എടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 45,000 dirhams നമ്മൾ EOI കൊടുത്ത് പിന്നെ ഡൗൺ പേയ്മെന്റ് 10% ആദ്യം കൊടുക്കുന്നുള്ളൂ. ഇവിടെ ആണെങ്കിലോ നമ്മൾ ലോഞ്ച് കഴിഞ്ഞിട്ടാണ് കൊടുക്കണമെങ്കിൽ അത് 20% ഒറ്റയടിക്ക് നമ്മൾ കൊടുക്കണം. ഇവിടെ പിന്നെ ഒരു 60 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, അടുത്ത 10% കൊടുക്കേണ്ടത്. അതിനിടയിൽ നമ്മൾ DLD ആയിട്ടുള്ള 4%, അത് രണ്ട് സ്ഥലത്തും ഒരുപോലെ തന്നെ നമ്മൾ കൊടുക്കണം. അഡ്മിൻ ഫീസ് കൊടുക്കണം. പിന്നെ വരുന്ന നമ്മൾ ഈ 0.25 അടക്കുന്നത് 2 വർഷം 7 മാസം നമ്മൾ 2,500 dirhams മാത്രമാണ് അടക്കുന്നത്. അതായത് ഈ ഒരു 1 million 0.25 എന്ന് പറഞ്ഞ് വെറും 2,500 dirhams. ഇവിടെ പക്ഷെ നമ്മൾ ആ 1 million 1% അടക്കണം. അതായത് 10,000 dirhams വെച്ച് നമ്മൾ അടക്കണം. അത് എത്ര? 2 വർഷം 11 മാസം. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എത്ര ഈസി ആയിട്ടുള്ള ഒരു പേയ്മെന്റ് പ്ലാൻ ആണ് ഈ ഒരു ഡെവലപ്പർ ഇതിന്റെ ലോഞ്ച് പേയ്മെന്റ് പ്ലാൻ ആയിട്ട് തന്നിരിക്കുന്നത്. സോ ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇതിൽ ബുള്ളറ്റ് പേയ്മെന്റ്സ് വരുന്നുണ്ട്, അതും 5%, 2.25%, ലാസ്റ്റ് വരുമ്പോൾ മാത്രം 10% വരുന്നത്. ഇതിലും ബുള്ളറ്റ് പേയ്മെന്റ്സ് നമുക്ക് വരുന്നുണ്ട്. കംപ്ലീഷൻ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ ബാക്കി 30%. അതിപ്പോ നിങ്ങൾക്ക് അപ്പൊ കൊടുക്കാനില്ലെങ്കിലും 4 വർഷത്തെ സമയമുണ്ട്. ഇത് 2029 ഹാൻഡ് ഓവർ ആവുന്നുള്ളൂ. ഇനി നിങ്ങൾ തീരുമാനിക്കുക ഇതിൽ 1% കൊടുക്കണോ 0.25% കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കണമെന്ന്. ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ വേഗം തന്നെ EOI അടക്കുക. നിങ്ങളുടെ ഈ ഒരു സ്വപ്ന ഭവനം സ്വന്തമാക്കുക.